കാത്തിരുന്ന് മുഷിഞ്ഞു അല്ലേ? ഞാൻ റെക്കോർഡിംഗിലായിരുന്നു. റിസപ്ഷനിസ്റ്റ് പറഞ്ഞു ക്യാബിനിൽ AC വർക്ക് ചെയ്യുന്നില്ല, നമുക്ക് ഇവിടെ ഇരുന്നാലോ? നോ പ്രോബ്ലം സർ, വിത്ത് പ്ലഷർ. സോ യു ആർ മിസ് പ്രിയ നന്ദിനി? യെസ് സർ. പ്രിയ, യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ. താങ്ക് യു സർ. സർ, ദിസ് മൈ ഫ്രണ്ട് ആനി. നമസ്തേ. ഞാൻ സൂര്യനാരായണൻ. അറിയാം സർ. ഇരിക്കും. എന്തിനാ ഒരു ടെൻഷൻ? റിലാക്സ് ചെയ്തിരുന്നോളൂ. Have it. നോക്കൂ പ്രിയ, സോറി, കുടിച്ചോളൂ. ഇറ്റ്സ് ഓക്കെ സാർ, പറഞ്ഞോളൂ. ഞാൻ ഒരു ആൽബത്തിന്റെ വർക്കിലാണ്. ഇന്ത്യയിലെ വളരെ പ്രസിദ്ധരായ പല സിംഗേഴ്സും ഇതിൽ പാടുന്നുണ്ട്. ഒരു നാഷണൽ മാർക്കറ്റാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇതിൽ മലയാളത്തിൽ നിന്നുള്ള സിംഗർ പ്രിയനന്ദിനിയാണ്. സാർ, ഞാൻ എന്താ കഴിയില്ലേ? സാർ എന്റെ പാട്ടുകൾ ഏതെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ സാർ എങ്ങനെ എന്നെ? അത്ഭുതം തോന്നുന്നുണ്ടാവും അല്ലേ? ഐ ആം വെരി കോൺഫിഡന്റ് ഓഫ് യു. കാരണം പ്രിയനന്ദിനിയുടെ പേര് സജസ്റ്റ് ചെയ്തത് എനിക്ക് അത്രയും വിശ്വാസമുള്ള ഒരാളാണ്. എന്റെ ഒരു ഫ്രണ്ടാ കക്ഷി. സംഗീതത്തിന്റെ കാര്യത്തിൽ അവന്റെ കണ്ടെത്തലുകൾ ഒന്നും പഴയ്ക്കാറില്ല. ആരാ സാർ അത്? പ്രിയ അറിയും. സേതുനാഥ്. നിന്റെ പാട്ടൊക്കെ കൊള്ളാം, പക്ഷെ നീ ഇടയ്ക്കിടയ്ക്ക് ആരെയോ പോടി. പാടി തീർന്നില്ല, അപ്പോഴേക്കും ആരാധകരെത്തിയല്ലോ. കോളേജ് സ്റ്റുഡൻസ് പാട്ട് ഇഷ്ടപ്പെട്ടോ? സൂപ്പർ, താങ്ക് യു. കൺഗ്രാറ്റുലേഷൻസ്. എനിക്കല്ല, ദാ നിൽക്കുന്നു പ്രിയനന്ദിനി. അവൾക്കായി കൺഗ്രാസിന്റെ അവകാശം. അതെ, ഒറ്റ ദിവസം കൊണ്ട് സ്റ്റാർ ആയിരിക്ക. ഇതിന് എനിക്ക് എന്താ തരാ? ആരെയാ നോക്കുന്ന? ഏയ്, ആരുമില്ല. ഓക്കെ സർ, മമ്മിയെങ്കിലും പുറത്ത് വെയിറ്റ് ചെയ്യാ. ഞാൻ പോട്ടെ. സാറിന്റെ പാട്ട് വളരെ നന്നായിരുന്നു. സന്തോഷം. സാറിന്റെ അടുത്ത ആൽബം എപ്പോഴാ? ഉടനുണ്ടാവും. താങ്ക് യു. ഓക്കെ സാർ, ഞാൻ നടന്നു മുക്കോളാം. 5 മിനിറ്റ് പോലും വേണ്ടല്ലോ. പോകുന്നതൊക്കെ കൊള്ളാം. പാട്ട് കേട്ട ക്ഷീണമാണെന്ന് പറഞ്ഞ് മുങ്ങിക്കളയരുത്. നാളെ ആഡിന്റെ ഷൂട്ടും റെക്കോർഡിംഗും ഒക്കെ ഉള്ളത് ഓർമ്മ വേണം പൂത്തക്കോട. പിന്നെ ഓ അതാര്? ഒന്നും പറയാതെ പോവാണോ? ഞാനങ്ങോട്ട് വന്നിരുന്നു. അവിടെ വല്ലാത്ത തിരക്ക് ആരാധകരുടെ. ഇപ്പോ എനിക്ക് പോയിട്ട് ഇത്തിരി ധൃതിയുണ്ട്. എനിക്ക് പാട്ട് അസലായിരുന്നു അല്ലേ? താങ്ക്സ്. ശരി ശരി. സർ, എന്റെ പാട്ടിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. ഫാന്റാസ്റ്റിക് അല്ലേ? കുറച്ചുകൂടെ ശ്രദ്ധിച്ച ഇനിയും നന്നായി. അതെ. പ്രിയ, സർ 1 മിനിറ്റ്. ഇതിന്റെ മമ്മിയാ, ഡോക്ടർ ഭാനുമതി. ഇവിടെ സിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടറാ. ഓ, ഞാൻ സേതുനാഥ്. അറിയാം, കണ്ടിട്ടില്ലെന്നേ ഉള്ളൂ. ഇവളുടെ വർത്തമാനത്തിൽ മുഴുവൻ മിസ്റ്റർ സേതുവാ. ഞാൻ പ്രിയയുടെ അങ്കിളാ, വിശ്വാസമേനോൻ. കോളേജ് പ്രൊഫസർ ആയിരുന്നു, ഇപ്പൊ റിട്ടയർ ആയി. അറിയാം. സാറിന് എന്നെ ഓർമ്മയുണ്ടോ? ഉണ്ടാവാൻ വഴിയില്ല. മാറിവാനിയസ് കോളേജില് ഞാൻ സാറിന്റെ സ്റ്റുഡന്റ് ആയിരുന്നു. ഞാനും. സാറായിരുന്നു ഞങ്ങൾക്ക് ഷേക്സ്പിയർ പഠിപ്പിച്ചത്. സാറിന് ഓർത്തു നോക്കി, പഴയൊരു കവിയെ ഒരുപാട് കവിതകള് ഞാൻ സാറിന്റെ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്, പെട്ടാനും തിരുത്താനും ഒക്കെ ആയിട്ട്. ഞാനും. ഓ, സേതു. സേതുനാഥ്. അതെ സാർ. മറക്കാൻ പറ്റില്ലല്ലോ നിന്നെ. പക്ഷെ പെട്ടെന്ന് കണ്ടപ്പോ മനസ്സിലായില്ല, ആളാകെ മാറിയിരിക്കണു. അന്നതാ ഇങ്ങനെ കൊല്ലുന്നതിനെ പോലൊരു പയ്യനായിരുന്നു. വെരി സ്ലിം. നിനക്കറിയോ, എന്റെ അധ്യാപന ജീവിതത്തിൽ എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത അപൂർവം പ്രതിഭകളിൽ ഒരാളായി. ഞാനും. കോളേജിൽ ആരായിരുന്നു അറിയോ? ഒരു സ്റ്റാർ സ്റ്റുഡന്റ്. കവിത എഴുത്ത്, നാടക എഴുത്ത്, നാടക സംവിധാനം, മറ്റെന്തൊക്കെയായിരുന്നു. എന്നെ പോലെ തന്നെ. ആട്ടെ, നീ ഇപ്പൊ എന്ത് ചെയ്യുന്നു? വലിയ ബിസിനസ്മാനാ. ഞാൻ ജിംഗിൾ പാടി എയർ കമ്പനിയുടെ MD യാ. ഹേയ്, അങ്ങനെയൊന്നുമില്ല സാർ. ചെറിയൊരു ബിസിനസ്, ജീവിക്കണ്ടേ. വലിയൊരു കലാകാരനായി തീരുമെന്നാ നിന്നെ കുറിച്ച് ഞാൻ കരുതിയത്. ആട്ടെ, ഇപ്പോൾ എഴുതാറുണ്ടോ? ഏയ്, അന്ന് അങ്ങനെ എന്തോ ഒരു പൊട്ടത്തരൊക്കെ എഴുതിന്ന് വെച്ച്. എന്നാ ഞാനങ്ങോട്ട് സമയം പോലെ ഞാൻ വന്ന് കണ്ടോളാം. ഇനി ഇവിടെ നിന്നാ ഞാൻ ചിലപ്പോ സാറിന്റെ പഴയ സ്റ്റുഡന്റ് ആയി പോകും. ഞാനും. വരട്ടെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.
അളിയനെ പോന്നു. ആ കുറച്ചു നേരമായി, ഒരു 2 മണിക്കൂർ. സേതു, ഓ ഏട്ടത്തി ഉണ്ടായിരുന്നോ? എന്താ നിന്റെ തീരുമാനം? എന്തായാലും അത് ഇന്ന് തന്നെ വേണം. ഇനി എന്ത് തീരുമാനിക്കാൻ? അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ. ചില വിട്ടുവീഴ്ചകൾ, ചില അഡ്ജസ്റ്റ്മെന്റുകൾ നീയും ചെയ്യേണ്ടി വരും. എത്രത്തോളം? ഭൂമിയോളം. അത് കഴിഞ്ഞ് പിന്നെയും ചവിട്ടി താത്തെന്ന് വെച്ചാ ഇല്ല. ജീവിതകാലം മുഴുവൻ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല. അത്രയ്ക്ക് വലിയ മനുഷ്യനൊന്നുമല്ല ഞാൻ. സേതു, എന്റെ ലൈഫിന്റെ പ്രശ്നം എന്റെ മാത്രല്ല, എന്റെ കുട്ടികളുടെ. ഇതൊക്കെ നേരത്തെ ആലോചിക്കണമായിരുന്നു. എല്ലാത്തിനും കാരണം നിങ്ങളാ. നിങ്ങൾ എന്താ വേണ്ടെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. എല്ലാവർക്കും വേണ്ടി സാക്രിഫൈസ് ചെയ്യാൻ ഞാനുണ്ടല്ലോ. സേതു, ഒരു ഫോണുണ്ട്. ഹലോ. ഹലോ, ഞാനാ. ഞാനെന്ന് പറഞ്ഞാൽ ആരാ? മനസ്സിലായില്ല ഈ ശബ്ദം കേട്ടിട്ട്? ശബ്ദം കേട്ട് മനസ്സിലാക്കാൻ ഞാൻ യന്ത്രമൊന്നുമല്ല. ഓരോ സമയത്ത് ഓരോ സ്വഭാവ. ചിലപ്പോ എന്തപ്പോ പറയാ, ചിലപ്പോ ദൈവത്തെ പോലെ, ചിലപ്പോ ജഗത്തെ. എന്താ ജാനു? ഒന്നുമില്ലമ്മ. ഒക്കെ ശരിയാവും. അപ്പോഴത്തെ തന്റെ മൂഡ് ഓർക്കാതെയാ ഞാൻ ഫോൺ കൊണ്ട് തന്ന. ആരുടെ ഫോൺ? പ്രിയയുടെ. അപ്പൊ മനസ്സിലായില്ലായിരുന്നോ? ആ കുട്ടിയായിരുന്നു. ഞാൻ കുഞ്ഞേ, ഇതാ ഒരു ഫോണുണ്ട്. ഹലോ, ഞാനാ സ്വാമി. സേതുവിനെന്തോ കുട്ടിയോട് പറയാനുണ്ടെന്ന്. ഞാൻ ഫോൺ കൊടുക്കാം. ഇന്നലെ ഫോണിൽ താനാണെന്ന് അറിഞ്ഞില്ല. അപ്പോഴത്തെ മാനസികാവസ്ഥയില് ഞാനതോ കടുപ്പിച്ച് പറഞ്ഞു. ഐ ആം സോറി. അയ്യോ വേണ്ട സാർ, എന്നോട് സോറി പറയരുത്. അതെനിക്ക് സങ്കടം. എന്തായാലും തിരിച്ചു വിളിച്ചല്ലോ, സന്തോഷമായി ഒത്തിരി. എനിക്കൊന്ന് കാണണമെന്നുണ്ട്. നാളെ ഫുൾ ടൈം ഞാൻ ഓഫീസിലുണ്ടാവും. മീറ്റിംഗ്സോ മറ്റെന്തെങ്കിലും തിരക്കുകളോ ഇല്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല. യു ക്യാൻ സ്ട്രേറ്റ് അവേ കം ടു മൈ ഓഫീസ് വിതൗട്ട് എനി അപ്പോയിന്റ്മെന്റ്സ്. ഓക്കെ, ബൈ. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ടൈമായി, പോയി കഥ തുറക്ക. ആ ശരി. ആരാ നോക്കി? ആരാ? പ്രിയ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട് സാർ. സാർ, തന്റെ വീടൊന്ന് കണ്ടുവച്ചേക്കാന്ന് കരുതി. ഓ വരണ സാർ. കുടിക്കാൻ എന്താ എടുക്കേണ്ടത്? ജാനു സാറിന് വേണ്ട, ഒന്നും വേണ്ട. എന്തെങ്കിലും കാര്യം ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് വിളിച്ചാൽ മതിയായിരുന്നു. ഞാൻ അങ്ങോട്ട് വന്നേനെ. ഇരിക്കൂ സാർ. അവിടെ എപ്പോഴും തിരക്കാ. സ്വസ്ഥമായിട്ടൊന്നും മിണ്ടാനോ പറയാനോ പറ്റില്ല. എന്ത് ചെയ്യാനാ? ആട്ടെ, ഡോക്ടറില്ലേ? മമ്മി ഹോസ്പിറ്റലിൽ പോയിരിക്കുക. ആഹാ, എനിക്ക് തിരക്കില്ല, വരട്ടെ. ആ പിന്നെ, നമ്മുടെ ആൽബം ഇപ്പൊ നമ്പർ 1 രക്ഷപ്പെട്ടത് താനാടോ. അറിയപ്പെടുന്ന സിംഗറായില്ലേ? പലരും വിളിക്കുന്നുണ്ട് പാടാനായിട്ട്. വേണ്ട വേണ്ട, ഇപ്പൊ ഒന്നും വേണ്ട. കൊള്ളാം. തമിഴിലും മലയാളത്തിലുമായി 6-7 ചിത്രങ്ങൾ എനിക്കുണ്ട്. അതിലൊക്കെ പാടാം. താങ്ക് യു സർ. പലരും എന്നോട് ചോദിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ പഴയ ഗായകന്മാര്, ഞാൻ എന്തിനാ പ്രിയയെ ഇത്ര പ്രൊമോട്ട് ചെയ്യുന്നതെന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടം ഉണ്ടായിട്ടാന്ന്. എന്താ ശരിയല്ലേ? എങ്ങോട്ടോ പോകാനുള്ള തിടുക്കത്തിലാണെന്ന് തോന്നുന്നു. ആ അതെ, എന്റെ ഒരു കൂട്ടുകാരി ഹോസ്പിറ്റലാണ് സാർ. ഇത്ര സീരിയസാ. മൈ ഗോഡ്, എന്നാലോ നേരത്തെ പറയണ്ടേ? ഏത് ഹോസ്പിറ്റലാ? സിറ്റി ഹോസ്പിറ്റൽ. എന്നാ വാ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അത് കൊള്ളാം. കമോൺ കമോൺ കമോൺ, കേറിക്കോളൂ. വേണ്ട സാർ, സിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് ചിലപ്പോൾ കോസ്മോയിലേക്ക് ഷിഫ്റ്റ് ചെയ്തേക്കും. സാറിന് ബുദ്ധിമുട്ടാവും, ഒരുപാട് തിരക്കുള്ളതല്ലേ.
അല്ല എനിക്ക് വേണ്ട സർ, ഞാൻ എന്റെ വണ്ടി എടുത്തോളാം.